ബിഗ് ബോസ് സീസൺ 7 പാതിരാത്രി ലൈവിലെ കുറച്ച് അപ്ഡേറ്റിലേക്കും എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കും കൂടെ സ്വാഗതം എന്ന് പറഞ്ഞാൽ തെറ്റായി പോവും. കാരണം ഇന്നലെ പാതിരാത്രി ലൈവില്ലായിരുന്നു. പക്ഷേ വേറെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കൂട്ടത്തിൽ ഇന്നലത്തെ എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ലാലേട്ടൻ വന്ന് സംസാരിച്ചതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ലാലേട്ടന് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അംഗീകാരമായിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ എല്ലാത്തിനെയും ഒന്നും പിടിച്ച് വലുതായിട്ടൊന്നും പൊരിച്ചു വിട്ടില്ല. ചെറിയ രീതിയിലൊരു ഡോസ് കൊടുത്തൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. നൈസായിട്ട് അങ്ങ് സംസാരിച്ചു പോയി. പക്ഷെ അതിനല്ല ഇവിടെ ഇമ്പോർട്ടൻസ്. നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ കുറേ പേര് അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും എൻ്റെ സ്ഥിരം വ്യൂവേഴ്സ് ആയിരിക്കും. അങ്ങനെ സ്ഥിരമായി കാണുന്ന ആളുകൾക്കറിയാം ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്. ഈ വരുന്ന ആഴ്ച ചിലപ്പോൾ ചില ആളുകളുടെയൊക്കെ കുടുംബം ഫാമിലി പരിപാടി ഉണ്ടല്ലോ, ഫാമിലീസ് വരുന്നത്, അത് മിക്കവാറും ഈ ആഴ്ച കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഞാനും ഒരു ഞെട്ടല്ല. ഇത്രയും പെട്ടെന്നൊക്കെ കുടുംബാംഗങ്ങളെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എന്തോ ബിഗ് ബോസ് മാമൻ ഇതിൻ്റെ പുറകെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരാഴ്ചയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന 1-2 ആഴ്ചയ്ക്കുള്ളിൽ മിക്കവാറും ഈ ആഴ്ച തന്നെ പരിപാടി ചില ആൾക്കാരുടെ വീട്ടിൽ നിന്നൊക്കെ എല്ലാത്തിനും വന്ന് നല്ല ചുട്ട അടി കൊടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഒരു ഇൻഡ്യൂഷനാണ്. അങ്ങനെ അങ്ങ് എടുത്താൽ മതി നിങ്ങൾ. പിന്നെ ഈ ഇൻഡ്യൂഷനൊക്കെ കേൾക്കുന്ന ആൾക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാരണം സ്ഥിരമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഞാൻ പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളും സംഭവിക്കാറുണ്ട് ഹൗസിനുള്ളിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തരിക. അപ്പോൾ ഇനി കാര്യത്തിലേക്ക്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്. ലാലേട്ടൻ ഇന്നലെ വന്നു. ലാലേട്ടൻ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി തണുപ്പം മട്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ 2 എണ്ണത്തിനെ എടുത്ത് തൂക്കി വെളിയിൽ എറിയുന്നുണ്ട്. അത് വേറെ ആരുമല്ല, അതും എൻ്റെ ഒരു ഇൻഡ്യൂഷനാന്ന് വെച്ചോ. അഭിലാഷ് പിന്നെ നമ്മുടെ പ്രിയങ്കരനായ ജിഷിൻ രണ്ടുപേരും ഇന്ന് വെളിയിൽ പോകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ടെന്നല്ല, ഒരു 99.9% ക്ലീൻ ബൗൾഡ്. അപ്പോൾ എന്താണെങ്കിലും ലാലേട്ടൻ വന്നതിന് ശേഷം ആ ഫാൽക്കെ അവാർഡ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിലെ കുറച്ച് പരിപാടികളൊക്കെ ബിഗ് ബോസ് ലാലേട്ടൻ കൂടെ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ആദില, അനീഷ് രണ്ടുപേരും കൂടെ രാവിലെ എണീറ്റ് ബിഗ് ബോസ് ഞങ്ങൾ മുത്തുമാല കോർത്ത് കഴിഞ്ഞു, അതുപോലെ തന്നെ ഞങ്ങൾ ഇനി നല്ല സുഹൃത്തുക്കളാണ്, ഞങ്ങൾ ഇനി ഞങ്ങൾ സഹോദരന്മാരാണ്. ഉടനെ അതിൽ പറഞ്ഞു, ചേട്ടാ നമുക്ക് പെങ്കുളൂട്ടിക്കാട് പൊന്നുമോളെ എന്നെ വെറുതെ വിട്ട്, എനിക്ക് പെങ്കുളൂട്ടിയും വേണ്ട ഒന്നും വേണ്ട, കഴിഞ്ഞ സീസണൊക്കെ കണ്ടതായിരിക്കും അണ്ണൻ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കാപ്പിപ്പൊടി പ്രശ്നം, പ്രാങ്ക് നമ്മുടെ അഭിലാഷിൻ്റെയും ജിഷിൻ്റെയും, അത് ബിഗ് ബോസ് പൊക്കിയിട്ട് രണ്ടും കയറി ഇങ്ങോട്ട് കൺഫെഷൻ റൂമിലേക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പം കയറി ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ബിഗ് ബോസ് ഞങ്ങൾ ചുമ്മാ തമാശയൊക്കെ കൊള്ളാം മക്കളെ, കയ്യാങ്കളിയായി പണി വാളരുത് എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു കാപ്പിപ്പൊടി, ജസ്റ്റ് പ്രാങ്ക് ചെയ്തതാണ് അവർ രണ്ടുപേരും കൂടെ. നല്ല രസമുണ്ടായിരുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? വെള്ളിയാഴ്ച ഇന്നലെ പ്രത്യേകിച്ചൊന്നും ഇല്ല, എല്ലാവരും ഓഫ് ഡേ ആണ്. അപ്പോൾ പിന്നെ അവരായിട്ട് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തതായിരിക്കാം. എന്തായാലും കൊള്ളായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ അതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം റീഗൽ ജ്വല്ലറിയുടെ ഗോൾഡ് കോയിൻ പിഗ്ഗി ബോക്സിൽ ഇടുന്ന ആ ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നു, മക്കളെ നമുക്കപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ലാലേട്ടൻ നിൽക്കുമ്പോഴത്തേക്ക് പറയുന്നു ലാലേട്ടനോട് ബിഗ് ബോസ്, ലാലേട്ട നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം ലാലേട്ടന് വേണ്ടി ഒരു ട്രിബ്യൂട്ട് ഉണ്ട്, ഒരു ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് പറയാനുണ്ട്, ചോദിക്കാനുണ്ട്. ലാലേട്ടൻ പറയുന്നു പോരട്ടെ, എല്ലാം പോരട്ടെ എന്ന് പറയുന്നു. ആദ്യമേ തന്നെ നമ്മുടെ അനീഷേട്ടൻ ചാടി എണീക്കുന്നു. അനീഷേട്ടൻ ലാലേട്ടനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ അനീഷേട്ടൻ എഴുത്തുകാരനാണല്ലോ, അപ്പം എൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് കാണണം, നമുക്കൊരു പടം ചെയ്യണം എന്നൊക്കെയുള്ളൊരു സാധനം അനീഷേട്ടൻ അവിടെ നൈസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാലേട്ടൻ പറയുന്നുണ്ട്, മോനെ ഒരു സിനിമയൊക്കെ നടക്കും, നീ എഴുതിയിട്ട് വാ, നമുക്ക് നോക്കാം, സ്ക്രിപ്റ്റൊക്കെ വായിക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നീ ചെയ് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. വെറുപ്പിച്ചൊന്നും വിടുന്നില്ല ഏട്ടാ എന്തായാലും ലാലേട്ടൻ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്താരായിരുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ എല്ലാവരും ഓരോരുത്തർ വന്നിങ്ങനെ അനുമോള് വന്ന് കഥ പറയുന്നതിന് മുന്നേ ലാലേട്ടൻ അങ്ങ് തൊഴുന്നുണ്ട് അനുമോളെ എന്താണെങ്കിലും. പിന്നെ ഓരോരുത്തരും വന്ന് അവരുടേതായിട്ടുള്ള ലാലേട്ടനെ പറ്റിയിട്ടുള്ള അനുഭവങ്ങൾ, അവരുടെ ചെറുപ്പകാലം തൊട്ട് അഭിലാഷൊക്കെ എന്തൊക്കെയോ കുറേ കഥകളൊക്കെ ചെറുപ്പത്തിലെ ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്ത് ലാലേട്ടന് വലിയ കാര്യമാണ്, അങ്ങനത്തെ കഥകളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒണിയിൽ പറയുന്നു, ലാലേട്ടൻ്റെ വീട്ടിലെ കിച്ചണിൽ ഞാൻ വന്ന് ഒരു ദിവസം കുക്ക് ചെയ്ത് തന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ലാലേട്ടനായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞ് കേരളത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ് നൈസായിട്ട് റൂട്ട് ചെയ്ത്
അനീഷിന്റെ നല്ലൊരു ഗ്രാമമല്ലേ? ഏതാ ഗ്രാമം? ലാലേട്ട എന്റെ ഗ്രാമം ഇന്നതാണ് ലാലേട്ട, തൃശ്ശൂരിനടുത്തുള്ള ഗ്രാമമാണ് ലാലേട്ട. അല്ലെ, ഗ്രാമത്തിന്റെ പേര് ഞാൻ മറന്നു കേട്ടാ, അതുകൊണ്ടാ പോട്ടെ. എന്താണെങ്കിലും അവിടെയാണ് ലാലേട്ട. അപ്പോൾ അനീഷ് മറ്റേ കോടന്നൂര് മറന്നുപോയി ഇപ്പൊ കിട്ടി, കോടന്നൂര്. അപ്പൊ ലാലേട്ടൻ പറയുന്നു ഒരുപാട് കുളങ്ങളൊക്കെ കാണുമല്ലേ കോടന്നൂര്. ആ ലാലേട്ട കുളങ്ങളൊക്കെ ഉണ്ട് ലാലേട്ട എന്ന് പറയുന്നുണ്ട്. അപ്പൊ കുളത്തിൽ നീന്താറുണ്ടോ? ആ നീന്താറൊക്കെ ഉണ്ട് ലാലേട്ട. അതുകൊണ്ടാണല്ലേ നീ ടാസ്ക് കുളവാക്കിയത് എന്ന് നൈസായിട്ട് ലാലേട്ടൻ അങ്ങ് ചോദിച്ചു വിടുന്നുണ്ട്. അനീഷ് ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം ആര്യനെ പൊക്കുന്നുണ്ട്. ആര്യ മോനെ, എടാ നീ കളി കുളമാക്കും എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ലാലേട്ടൻ നീ മിണ്ടരുത്, നീ പറഞ്ഞു, നീ പറഞ്ഞില്ല നീ പറയരുത്, നീ സത്യം പറയണം, നീ പറഞ്ഞില്ല എന്ന് പറയരുത്. ആ ലാലേട്ട പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ ആരോടും പറഞ്ഞില്ല, നീ തന്നെ പറഞ്ഞു. അപ്പം ഇതിനകത്തുനിന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, എൻ്റെ പ്രിയ പ്രേക്ഷകരോടെ. കൂട്ടുകാരെ, സംഗതി ഇവനെ മറ്റേ പൊക്കിയെടുത്ത് തലയിൽ വെക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം. ഇവന്റെ ഉള്ളിൽ ഇവനിപ്പോൾ ഈ ഒരു സാധനം, അതായത് ഈ ഗെയിം കുളമാക്കണം എന്ന് ഇവൻ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവന്റെ ഒരു ഗെയിം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവൻ ഇത് സ്വന്തമായിട്ട് ഇവൻ നടന്നു പോകുമ്പോഴാണ് ഇവനിത് പറയുന്നത്, ഗെയിം അങ്ങ് കുളമാക്കണം. അതാണ് അവൻ പിടികിട്ടിയില്ല. ഇവന്റെ ഹ്യൂമാനിറ്റിയും തേങ്ങയൊന്നും അല്ല, ഇവന് സ്വന്തമായിട്ട്. പിന്നെ ഈ മൈക്കിരിക്കുന്ന കാര്യം ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണത്തില്ല. ഇവന്റെ ഉള്ളില് വൈരാഗ്യം, അസൂയ, കുശുമ്പ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ഇത് അവന് നല്ല വൃത്തിക്കുണ്ട്, അത്രേ ഉള്ളൂ. ഇവനവിടെ മറ്റേ ഹ്യൂമാനിറ്റി കളിക്കും. പക്ഷേ ആ ഒരു ഗെയിം നശിപ്പിക്കണമെന്ന് അവനും ഉണ്ടായിരുന്നു. അത് അവൻ ആരോടും പറഞ്ഞില്ല, പക്ഷെ അവൻ്റെ ഉള്ളിൽ തന്നെ അത് പറഞ്ഞു. ലാലേട്ടൻ കയ്യോടെ പൊക്കി അത് അവനോട് ചോദിക്കുന്നുണ്ട്. അതിനെ എതിർക്കാനൊക്കെ പോയെങ്കിലും പിന്നെ ആശ മിണ്ടാതെ അങ്ങ് സമ്മതിച്ചു കൊടുത്തു. കാരണം പിന്നെ നിന്ന് നാക്കിട്ടടിക്കാൻ പോയി കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ അടുക്കലാണ് വെറുപ്പ് കിട്ടുമെന്ന് അളിയാൻ അറിയാം. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ ടാസ്കിനെ പറ്റി കഴിഞ്ഞ ദിവസം ഇവരെല്ലാവരും കൂടെ കുളവാക്കിയ നമ്മുടെ ആ ഒരു ബോട്ടിൽ ഫാക്ടറി ടാസ്കിനെ പറ്റിയൊക്കെ എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട്, നമ്മുടെ അനുമോളോട് ചോദിക്കുന്നുണ്ട്, അനുമോളെ എന്തിനാ അനുമോളെ ഇത്രയും സ്ട്രിക്റ്റ് ആവേണ്ട കാര്യമൊക്കെ ഒരാവശ്യവും ഇല്ല. ഞാനിത് അന്നും പറഞ്ഞതാ, ഇപ്പോഴും പറയും. അനുമോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, സ്ട്രിക്റ്റ് അല്ലാന്നൊന്നും അല്ല, സ്ട്രിക്റ്റ് ഒക്കെ വേണം. പക്ഷെ അങ്ങനെ ഒരുപാട് അങ്ങ് മസിൽ പിടിച്ചപ്പോഴത്തേക്ക് ആർക്കും ഗോൾഡ് കോയിൻ കിട്ടിയില്ല. നമ്മുടെ അനീഷേട്ടൻ അത് പറയുന്നുണ്ട്. ലാലേട്ടൻ ഞാൻ മാക്സിമം അനീഷേട്ടനോട് പിന്നെയും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മോനെ നീ അത് കുളവാക്കിയത്, നീ എല്ലാം അടിച്ച് തെറിപ്പിച്ച്, വളരെ മോശമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, ലാലേട്ട ഞാൻ മാക്സിമം സഹിച്ച്, എന്തൊക്കെ ചെയ്താലും അവൾ ഗോൾഡ് കോയിൻ തരത്തില്ല, അവൾക്ക് കുറ്റങ്ങളാ. ഉടനെ അനുമോള് പറയുന്നുണ്ട്, മുടി ഉണ്ടായിരുന്നു. ഓക്കെ, മുടി ഉണ്ടായിരുന്നു, അനീഷേട്ടനെ തട്ടിക്കളയായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നല്ലോ ഷാനവാസും പിന്നെ നമ്മുടെ എന്തായിരുന്നു മാങ്കോടെ നമ്മുടെ ആര്യനും ഒക്കെ. ആര്യന് പിന്നെയും കൊടുത്തു അങ്ങനെ അറ്റം ചെന്ന് കഴിഞ്ഞപ്പം. പക്ഷെ അതും പോയി. ഇങ്ങനെയുള്ള ഒരുപാടങ്ങ് കടുംപിടുത്തം പിടിക്കാതെ അത്യാവശ്യമൊക്കെ അങ്ങ് നോക്കിയും കണ്ടും ചെയ്യായിരുന്നു, കോയിനൊക്കെ കൊടുക്കായിരുന്നു, ഒരു ടാസ്ക് അല്ലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു കണ്ണില് എല്ലാവരും കുറ്റക്കാരാണ്, ആരും കുറ്റക്കാർ ഇല്ലാത്തവരൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവന്മാരുടെയിലും തെറ്റുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷെ അതിനകത്ത് അനുമോളൊരു വിട്ടുവീഴ്ച ചെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഗുമ്മായിട്ട് കുറച്ച് പോയേനെ ടാസ്ക്. ആർക്കെങ്കിലും ഒക്കെ ഗോൾഡ് കോയിൻ കിട്ടിയേനെ. ഗോൾഡ് കോയിൻ കിട്ടാതിരിക്കാനുള്ള കാരണം അനുമോള് തന്നെയാണ്. പക്ഷെ അത് അനുമോളുടെ വേറെ ഗെയിം, അതും കൂടെ പറയണമല്ലോ. അനുമോളുടെ ഗെയിം കൊടുക്കത്തില്ല, ഒരുത്തരും കൊടുക്കത്തില്ല, അത് അനുമോളുടെ ഗെയിം. പക്ഷെ ഇത്തിരി ലൈറ്റ് ആകായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നു, ആർക്കാണ് ഇമ്മ്യൂണിറ്റി കിട്ടിയത്? ഇമ്മ്യൂണിറ്റി കിട്ടിയത് ബിന്നിക്കാണ്. അപ്പോൾ ഓക്കെ, ബിന്നിക്ക് കിട്ടി. പക്ഷെ വേറൊരെണ്ണം എൻ്റെ ഉണ്ടല്ലോ, അത് ഞാൻ ആർക്ക് കൊടുക്കും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് നോമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ലാലേട്ടൻ ബ്രേക്കിന് പോകുന്നു. എല്ലാവരും കൂടെ ഗംഭീരമായിട്ട് നിന്ന് നോമിനേറ്റ് ചെയ്തിട്ട് ആദില, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആദിലയ്ക്ക്. ഞാനും സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം കഴിഞ്ഞ ആഴ്ച അത്രയും വെറുപ്പിച്ച, ജയിലിൽ പറഞ്ഞു വിട്ട ആദിലേനെ എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്തു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി. ലാലേട്ടൻ തിരിച്ചു വന്നിട്ട് അത് തന്നെ ചോദിച്ചു, നിനക്കൊക്കെ കളി അറിയാവോടെ, നീയൊക്കെ എന്നാടേ ഇവിടെ കാണിക്കുന്നത്? ജയിലിലും പറഞ്ഞു വിട്ട് കഴിഞ്ഞ ആഴ്ച ഏറ്റവും വെറുപ്പ് കാണിച്ച ഐറ്റത്തിന് ഇമ്മ്യൂണിറ്റി പവർ. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവർ ഞാൻ തരുന്നില്ല, ഞാനത് സ്പൈക്കുട്ടൻ അങ്ങ് കൊടുത്തേക്കുക എന്ന് പറഞ്ഞ് ലാലേട്ടൻ അങ്ങ് പോയി. കാരണം ലാലേട്ടനും പൊട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവന്മാർക്ക് ബോധമില്ലേ? ആദിലേക്കൊക്കെ പോയി എന്തിനാ? ആദിലെ മാറ്റം വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല, വലിയ മാറ്റമൊക്കെ ആദിലേക്ക് വന്നെന്ന്. ആദിലയുടെ ഗെയിം കളിക്കുന്നു, അനീഷിന്റെ ഗെയിം കളിക്കുന്നു, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് ഉൾട്ടയടിക്കും. കാരണം ആദില ഒരു ചേഞ്ച് ആദിലയുടെ ഉള്ളിൽ അല്ലെങ്കിൽ അനീഷുമായിട്ട് നിന്നപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ഒരു കാരണം നൂറേം കൂടെയാണ്. പിന്നെ അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസും. കാരണം എല്ലാവരും തെറ്റ് ചൂണ്ടിക്കാണിച്ചു, ഒരാൾ പോലും ആദിലെ സപ്പോർട്ട് ചെയ്യാനില്ല. ആ ഒരവസ്ഥയിൽ ആദിലയ്ക്ക് ഗെയിം കളിച്ചേ പറ്റുള്ളൂ. ചിലപ്പം നല്ല കുഞ്ഞായി കാണും, പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്കത് ഗെയിമായിട്ട് തന്നെയാണ് തോന്നുന്നത്.
നല്ല കുഞ്ഞായ അവക്ക് കൊള്ളാം. എന്താണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അനീഷ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, ലാലേട്ടൻ ഇത് പക്ക ഗ്രൂപ്പിസമാണ്, അതിലേക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് പക്ക ഗ്രൂപ്പിസമാണെന്ന് പറയുന്നു. ലാലേട്ടനും പറയുന്നുണ്ട് ഞങ്ങൾക്കും അങ്ങനെ തോന്നി ഇത് ഗ്രൂപ്പിസമാണെന്ന് എന്ന് ലാലേട്ടനും പറയുന്നുണ്ട്. അത് പറഞ്ഞത് വളരെ നന്നായി. ഇല്ലെങ്കിൽ അനീഷേട്ടൻ മാത്രം ഇത് പറഞ്ഞെന്നും പറഞ്ഞ് നാളെ തൊട്ട് വീണ്ടും അങ്ങേറെ നെഞ്ചത്തോട്ട് കയറിയേനെ, അല്ലെങ്കിലും കയറുവടെ. അപ്പോൾ എന്താണെങ്കിലും ലാലേട്ടൻ ഇമ്മ്യൂണിറ്റി പൈക്കുട്ടൻ അങ്ങ് കൊടുക്കുകയാണ്, ഇതുങ്ങൾക്കൊന്നും കൊടുത്തില്ല. ഇത് കഴിയുമ്പോഴാണ് മെയിൻ അങ്ങോട്ട് പരിപാടി തുടങ്ങുന്നത്. ആ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നി, ഒണീൽ, അബി ഇവരാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇത്തിൽ കണ്ണികൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവർ 3 പേരും നമ്മൾ കണ്ടതാണ്. ഇവർ ഈ ആര്യൻ, ജിസൈൽ ഇവരെ പറ്റിയിട്ടുള്ള ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് അതൊരു ലവ് സ്ട്രാറ്റജി ആണോ, അത് ഇട്ട് കൊടുത്ത് തുടങ്ങിയത് നമ്മുടെ ബിന്നി കൊച്ചാണ്. അപ്പോൾ എന്താണെങ്കിലും പിന്നെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും അല്ല, അക്ബറും ഒക്കെ അത് പറയുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും അവിടെ എവിടെയും ചെന്നിരുന്ന് ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിന്നി കൊച്ചാണ്. അത് അബി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അബി അത് ഉണിയിലും സാബുമോനും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബിന്നി അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്, രാത്രി ഡിസ്കസ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്കത്തെ ആ ഒരു കോൺവെർസേഷൻസ് ഉണ്ടല്ലോ അവിടെ ഇവിടെ ഇരുന്നിട്ടുള്ളത്, അതിനകത്ത് ഒരു കോൺവെർസേഷൻ പാതിരാത്രിയിൽ ഉണിയിലെ സാബുമോൻ നമ്മുടെ അബിയും കൂടെ ഇരുന്നിട്ടുള്ള ഒരു കോൺവെർസേഷൻ ബിന്നി ഇരുന്ന് സംസാരിക്കുന്ന കേൾപ്പിക്കുന്നില്ല. അത് ലാലേട്ടൻ പറയുന്നുണ്ട്, ബിന്നി, ഡോക്ടർ ബിന്നി നിങ്ങളും പറയുന്നുണ്ട് കുറേ കാണിക്കണോ, ഒന്നും മിണ്ടിയില്ല. കാരണം പറഞ്ഞതാണ് ബിന്നി, അത് പറയുന്നുണ്ട് ലാലേട്ടൻ എനിക്കത് തോന്നി, ഇവരുടെ ഈ ഒരു പരിപാടി കണ്ടപ്പോഴത്തേക്ക് നമുക്കതൊരു ലവ് സ്ട്രാറ്റജി പിടിക്കുന്നതാണ് കാരണം തോന്നിപ്പോയി. ഒണിയിൽ കഴിഞ്ഞ ദിവസം രാത്രി പറഞ്ഞത് അതും അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ആര്യനെ ഇവള് സാരിത്തുമ്പിൽ ഇട്ട് കിടക്കുകയാണ്, ജിസയിൽ പുറത്തേക്ക് പോയ ആര്യൻ നന്നായിട്ട് ഗെയിം കളിക്കും, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഇത് പറയുമ്പോൾ തന്നെ അഭിലാഷ് അവിടെ പറയുന്നുണ്ട്, അവൻ ഓക്കെയാണ്, അവൻ നല്ല പയ്യനാണ്, അവന് ഗെയിം കളിക്കാൻ അറിയാം, പക്ഷെ ഇതാണ് പ്രശ്നം, ഇവൾ അവനെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് മറ്റേ കഥയും പറയുന്നുണ്ട്, ഏതാ മറ്റേ പാത്രം കഴുകിക്കുന്നു, സത്യമാ നമ്മളും കാണുന്നതാ, ഇവൻ പോയി പാത്രം കഴുകി കൊടുക്കുന്നു, ഇവൻ മറ്റേ തുണി നനച്ചു കൊടുക്കുന്നു, ജിസയിൽ ഇങ്ങോട്ട് നനങ്ങിയാൽ ഉടനെ പുറകെ ആര്യനും. ഈ ഒരു സാധനമാണെന്ന് അബി അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മളെല്ലാം കണ്ട കാര്യമാണ്. അപ്പൊ ഇവത്തെ തുടങ്ങിയിട്ട് ഒരു ചർച്ച അങ്ങോട്ട് വരുന്നു. അക്ബർ വരുന്നു, അക്ബർ പറയുന്നു ഞാൻ പറഞ്ഞതാണ് ലാലേട്ട. അക്ബർ നിങ്ങൾ ആലോചിക്കണം, ആര്യൻ്റെയും ജിസൈലിൻ്റെയും ഉറ്റ സുഹൃത്താണ് ഇപ്പം അതിനകത്തുള്ളതിനകത്ത്. അക്ബർ തന്നെ പറയുന്നുണ്ട് എനിക്കും സംശയം തോന്നി, ഞാൻ രണ്ടുപേരോടും പറഞ്ഞു, അതായത് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ അതോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പ്രണയം വർക്കൗട്ട് ആവുന്നില്ലേ എന്നൊരു സാധനം അക്ബർ ചോദിച്ചിട്ടുണ്ട് എന്ന് അക്ബർ വളരെ ഓപ്പണായിട്ട് തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷ് മാത്രമാണ് അവിടെ ഒരു വെറൈറ്റി കളിച്ചത്. എന്ത് ഗെയിമാണ് അനീഷ കളിച്ചത് എനിക്കറിയത്തില്ല, അനീഷിൻ്റെ ഗെയിം ആയിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിന്ന് പറഞ്ഞതായിരിക്കാം. അതായത് ഞാൻ ഇവരുടെ അടുത്ത ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്, എനിക്ക് അങ്ങനെ മോശമായിട്ടൊന്നും ഇവർ തോന്നിയിട്ടില്ല, അവർ നല്ല സുഹൃത്തുക്കളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്ന് അനീഷ് പറയുന്നുണ്ട്. അനീഷ് മാത്രമാണ് അത്ര ഓപ്പണായിട്ട് അത് പറഞ്ഞത്. പിന്നെ പറയുന്നുണ്ട്, ആദില പറയുന്നുണ്ട്, നെവിൻ പറയുന്നുണ്ട്. നെവിൻ പക്ഷെ പറഞ്ഞത് കുറച്ച് ബോറായിപ്പോയി, അതിലേക്ക് വരാം. അതിനു മുമ്പ് അനീഷ് കഴിഞ്ഞ ഉടനെ ലക്ഷ്മി വരുന്നുണ്ട്. ലക്ഷ്മി കുണുവാവ ലക്ഷ്മി, അവിടെയും ചവിട്ടും ഇവിടെയും ചവിട്ടും. ലക്ഷ്മി വന്നിട്ട് പറയുക, നമ്മുടെ നെവിൻ്റെ വാക്കുകൾ ഞാനൊന്ന് കടമെടുത്തോട്ടെ, കാണുന്നവൻ്റെ കണ്ണിലാണ് കുരു, അവർ നല്ല പാവം പിള്ളേരാണ്, അവർ ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞ് ലക്ഷ്മി അങ്ങോട്ടിരിക്കും. ഷാനവാസ് ചാടി എണീറ്റു. ഷാനവാസ് കൊടുത്തു, ആർക്കിട്ട്? ആര്യനും ജിസൈലിനും അല്ല, ലക്ഷ്മിക്ക് ഇട്ടുക. അതാണ് ഗെയിം, അതായിരുന്നു അവിടെ വേണ്ടത്, അത് ഷാനവാസ് കൊടുത്തു. ഷാനവാസ് കൊടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് പറയുന്നത് ഞാൻ ആര്യനും ജിസൈലിനും ഒന്നും പറയുന്നില്ല, ഇപ്പം ലക്ഷ്മി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് ഞാനിവിടെ പൊളിക്കുകയാണെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ഷാനവാസ് അങ്ങോട്ട് തുടങ്ങിയത്. കാരണം ഷാനവാസ് പറയുന്നത് ലക്ഷ്മി വന്ന് ഉടനെ ആര്യനെ പിടിച്ചിട്ട് നല്ല ഉപദേശം അങ്ങ് ഉപദേശിച്ചായിരുന്നു. മോനെ കുട്ടാ സുന്ദര, ജിസൈലുമായിട്ട് ഇങ്ങനെ നടക്കല്ലേടാ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഉപദേശ ക്ലാസ് നടന്നായിരുന്നു. അത് ആര്യൻ ജിസൈലിനോട് പറഞ്ഞു, ജിസൈൽ എന്നോട് പറഞ്ഞു എന്ന് ഷാനവാസ് അവിടെ പറഞ്ഞു. തീർന്നു ലക്ഷ്മി അവിടെ. ഇനി അതും പോട്ടെ, ഷാനവാസ് കള്ളം പറഞ്ഞാന്ന് വിചാരിച്ചോ? ഈ ലക്ഷ്മിയാണോ മസ്താനിയുടെ ദേഹത്ത് കണ്ടുപോലും ഇല്ല, മസ്താനിയുടെ ദേഹത്തുള്ള തൊടലിനെ പിടിച്ച് മറ്റേ അങ്ങ് ഉണ്ടഹടാഹം വരെ സംസാരിച്ച് നടന്ന ലേഡി? ആ ലക്ഷ്മിക്കാണോ ഇത് ഒന്നും അല്ലാതെ തോന്നുന്നത്? അല്ല, എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോഴേ നമുക്കറിയാം നീ കള്ളിയാണെന്ന്, അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നിയത്. ലക്ഷ്മിയുടെ പല കാര്യങ്ങളോടും ചെറിയ രീതിയിൽ യോജിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എന്നാൽ പോലും ഇതൊക്കെ അറാപ്പറന്ന കളികാരിയല്ലേ, പരിപാടിയല്ലേ ഈ ചേച്ചി കാണിക്കുന്നത്? അന്നൊന്ന് പറഞ്ഞു, ഇന്നൊന്ന് പറഞ്ഞു, നാളെ വേറെ പറയും. ചേച്ചി പണി പാളിപ്പോവും. എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ നെവിൻ വരുന്നത്. നെവിനോടും ലാലേട്ടൻ ചോദിക്കുന്നു, എന്താണ് മോനെ, പറ മോനെ, എന്താ ഇവരൊക്കെ ഈ പറയുന്നത് ഇങ്ങനെ? ജിസൈൽ, ആര്യൻ പറ. ലാലേട്ട ജിസൈലും ആര്യനും പുതപ്പിനടിയിൽ അവർ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. പുതപ്പിനടിയിൽ സാബുമോൻ, ഉടനെ ആര്യൻ അപ്പുറത്തുനിന്ന്, സാബുമോനും നെവിനും ഒരു പുതപ്പിനടിയിൽ കിടക്കാറുണ്ട്, എന്താ പ്രശ്നം?
ഉടനെ നെവിൻ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അവർ പുതപ്പിനടിയിൽ. ഈ പുതപ്പിനടി അനുമോളൊന്നും കണ്ട പോലൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല. ഒന്നും കണ്ടിട്ടില്ല. അനുമോളുടെ കണ്ണിലെ കുറു അവൾ അങ്ങനെ കണ്ടു, അങ്ങനെ പറഞ്ഞു. നമ്മൾ അതൊക്കെ എങ്ങനെയെന്നല്ല കേട്ടോ അങ്ങനെയൊക്കെ എടുക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊരു കഥ തുടങ്ങി. ആ കഥ അവിടെ ഒരാൾക്ക്, പ്രത്യേകിച്ച് അഭിലാഷിനും ഒനീലിനും അത് പ്രത്യേകിച്ച് അഭിലാഷിനും ഒനീലിനും അതങ്ങോട്ട് പിടിച്ചില്ല. കാരണം അവർ ഈ പുതപ്പിനടിയിലെ കേസ് വെച്ചിട്ടല്ല ഈ ഒരു സാധനം, അതായത് ഈ ലവ് ട്രാക്ക് പിടിക്കുന്ന ഒരു സാധനം പറഞ്ഞത് ഒരിക്കലും പുതപ്പിനടിയിലെ കേസ് വെച്ചിട്ടില്ല. പക്ഷെ ഇവൻ സംസാരിച്ചു വന്നപ്പോൾ ഇവൻ പുതപ്പിനടിയിലെ കേസ് എക്സാമ്പിൾ വെച്ചാണെങ്കിൽ സംസാരിച്ചത്. അത് നല്ല രീതിക്ക് എല്ലാത്തിനും ഇവിടെ പൊളിഞ്ഞിട്ടുണ്ട്. അനുമോൾ മാത്രം ഒന്നും മിണ്ടിയില്ല. കാരണം അനുമോളുടെ നെഞ്ചത്ത് ഇന്നും അതിൻ്റെ ഒരു വഴി കിടപ്പുണ്ടല്ലോ. അതുകൊണ്ട് അനുമോളൊന്നും മിണ്ടിയില്ല. അനുമോളോട് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അനുമോൾക്ക് എന്താ അതിനകത്ത് പറയാനുള്ളത് ചോദിക്കുമ്പോൾ ലാലേട്ടനോട് പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ല ലാലേട്ടാ, ഞാൻ അന്ന് ഇത് പറഞ്ഞപ്പോൾ എന്നെ എല്ലാവരും കൂടെ എടുത്ത് ക്രൂശിച്ചാൽ ഞാൻ ഒന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് അനുമോള് പോയി. ഇന്ന് ഈ നെവിൻ ഈ കാണിച്ചത് എന്തൊക്കെയാണെങ്കിലും ആരിനെ ജിസൈലിനെ സപ്പോർട്ടാണെങ്കിലും ആ പുതപ്പിൻ്റെ കേസ് എടുത്തുകൊണ്ടൊന്നും ശരിയായില്ല. അത് പ്രത്യേകിച്ച് അനുമോളെ വിടുക, ഒനീലിനും അബിക്കും അത് നല്ല രീതിയിൽ പൊട്ടി. കാരണം അവർ പറയുന്നുണ്ട് ഞങ്ങൾ അത് പറഞ്ഞിട്ടേ ഇല്ല, ഞങ്ങൾക്ക് അതല്ലാതെ ഇവിടുത്തെ പല കാര്യങ്ങളും കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം തോന്നിയത്, അതുകൊണ്ട് പറഞ്ഞത് എന്നുള്ളൊരു കാര്യം, അത് ഞങ്ങളുടെ ഒപ്പീനിയൻ അല്ലേ എന്നൊക്കെ ഒനീൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും പിന്നെ നമ്മളെ കാണിക്കുന്നത്, എപ്പിസോഡ് കഴിഞ്ഞെന്ന് വെച്ചാൽ ലാലേട്ടൻ ഗുഡ് ബൈ പറഞ്ഞ് പോയി കഴിഞ്ഞിട്ടും കാണിക്കുന്നത് അഭിലാഷും ഒനീലും കൂടെ നെവിൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നതാണ്. പിന്നെ ജിഷിൻ്റെ ഇടയ്ക്കിലും, കാരണം ജിഷിനും ഈ ഒരു കേസിൽ അത് പറയാൻ വിട്ടുപോയി. ജിഷിനും ഈ ഒരു കേസിൽ നൈസായിട്ട് കാലൊന്ന് മാറ്റി ചവിട്ടിയിട്ടുണ്ട്, നൈസായിട്ട് ആര്യനെ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ലവ് ട്രാക്ക് ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടം. പക്ഷെ ഇതിനകത്ത് ഈ അഭിപ്രായം പറയാൻ പോകുന്നവർ നമ്മളല്ല, അതിനകത്തുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചവിട്ടി തള്ളി മാറി. ഇത് എന്താണ്? അതിനിടയ്ക്ക് ഒരുത്തൻ പുതപ്പിനടിയിലെ കേസ് എടുത്തോണ്ട് അത് അവർ പറഞ്ഞതേ ഡീവിയേറ്റ് ചെയ്ത് പോവുക. ഒനീലും അബി എന്താണോ പറഞ്ഞത് അവർ അവിടെ വേറെ കാര്യങ്ങൾ കണ്ടത് വെച്ചിട്ടാണ് അവരിങ്ങനെ. കാരണം ഒനീലിൻ്റെയും അബിയുടെയൊക്കെ ഒരു വീഡിയോ നമ്മളെ കാണിക്കുന്ന വീഡിയോ, എപ്പിസോഡിൽ കാണിക്കുന്ന വീഡിയോ, അവർ പുറത്തിരിക്കുന്നു, ആര്യനും ജിസയിലും അകത്തിരിക്കുന്നു. ഇരിക്കുകയല്ല, ആര്യൻ കിടക്കുന്നു, തൊട്ടിപ്പുറ ജിസയിൽ ഇരിക്കുന്ന ഒരു പരിപാടി. ഇത് കാണുന്ന സമയത്താണ് ഇവരിത് പറയുന്നത്. ഇവരുടെ ഒട്ടൽ കുറച്ച്, ഒനീലാണ് പറയുന്നത്, ഇവരുടെ ഒട്ടൽ കുറച്ച് കൂടുതലാണല്ലോ എന്നും പറഞ്ഞിട്ടാണ് അവിടെ ആ കോൺവെർസേഷൻ തുടങ്ങുന്നത്. സോ അതിനെയൊക്കെ ഒരുപാട് ഡീവിയേറ്റ് ചെയ്ത് കളഞ്ഞു നമ്മുടെ നെവിൻ്റെ ഈ ഒരു പുതപ്പ് കേസ് വീണ്ടും പൊക്കിക്കൊണ്ട് വന്നത് എന്നും പറഞ്ഞ് ചെറിയ പൊട്ടൽ അവിടെ പൊട്ടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് അവിടെ നടന്നത് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ. വലിയ ഗംഭീരമായിട്ടൊന്നുമില്ല. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ല, ലാലേട്ടൻ കുറച്ച് തണുപ്പൻ മട്ടായിരുന്നു. ലാലേട്ടൻ ഒരുപാട് അങ്ങോട്ട് എന്തിനാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, എന്തിന് വേണ്ട, നല്ലൊരു ദിവസം ലാലേട്ടൻ ആ ഒരു അവാർഡ് കിട്ടി വന്ന ഫസ്റ്റ് എപ്പിസോഡ് അന്ന് തന്നെ വലിച്ച് കീറണ്ടായെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇല്ലെങ്കിൽ ഈ ടാസ്ക് കുളവാക്കിയാൽ ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ലാലേട്ടൻ റിയാക്ട് ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും സുന്ദരമായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, അനീഷിനെയൊക്കെ അങ്ങനെ എടുത്ത് വലിച്ച് കീറുമോ? കണ്ടന്റ് കൊടുക്കുന്ന ആളാണ്, അതും കൂടെ ആലോചിക്കണം. അപ്പം എന്താണെങ്കിലും ഇതൊക്കെയാണ് അവിടെ എപ്പിസോഡിൽ ഒക്കെ നടന്നത്. പിന്നെ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ, നാളെ അബി ഒനീലൊക്കെ ടാറ്റ ബൈ ബൈ പറയും, ഫാമിലി വരുന്നുണ്ട്, ഇതും കൂടെയൊക്കെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. അപ്പം എന്താണെങ്കിലും നാളെ അല്ല ഇന്ന് നമ്മുടെ ലൈവ് ഒന്നും ഇല്ല, എപ്പിസോഡ് വരട്ടെ. എപ്പിസോഡ് വന്നിട്ട് അതും കൂടെയും കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് ലൈവ് തുടങ്ങുമല്ലോ. ആ എപ്പിസോഡും ലൈവും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.